മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ തട്ടിപ്പിൽ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചുകളി അവസാനിപ്പിക്കണം. കോൺഗ്രസിന്റെ സ്ഥാപിത ദിനമായ ഡിസംബർ 28-ന് വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജനുവരി 10-ന് എന്നൊരു പുതിയ ഡേറ്റ് പറഞ്ഞു. ഇന്നിപ്പോൾ ജനുവരി 13 ഈ വീട് നിർമ്മാണത്തിൻ്റെ പേരിൽ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഉൾപ്പെടെ വൻതോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പണപ്പിരിവിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തണം. ആ പണം എന്തു ചെയ്തു എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ ലക്ഷ്യ ക്യാമ്പ് വയനാട്ടിൽ നടത്തിയത്? ആ പണം എന്താണ് ചെയ്തത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ വഞ്ചിച്ച് നടത്തിയ വലിയ തട്ടിപ്പ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. കൊടിയ വഞ്ചനയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുട്ടാപ്പൊക്ക് ന്യായങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കർണാടക ഗവൺമെൻറ് 10 കോടി കൊടുത്തില്ലേ, അത് കോൺഗ്രസിൻ്റെ കണക്കിലെഴുതാനാണ് പറയുന്നത്. തമിഴ്നാട് ഗവൺമെൻറ് 5 കോടി തന്നത് DMK-യുടേതായിട്ടാണോ കണക്കാക്കുന്നത്? ഹിമാചൽ പ്രദേശിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്, അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഹിമാചലിൽ, LDF ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയിട്ടുണ്ട്. അത് CPM-ൻ്റെ കണക്കിലാണോ എഴുതിയത്? എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കേണ്ട. എത്ര ഒഴിഞ്ഞു മാറിയാലും മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ തട്ടിപ്പ് കോൺഗ്രസിനെ വിടാതെ പിടികൂടുക തന്നെ ചെയ്യും. അതിന് കണക്ക് പറഞ്ഞേ മതിയാവും. രക്ഷപ്പെടാം, ഒഴിഞ്ഞു മാറാം എന്ന് വിചാരിക്കേണ്ട. ഇതിന് എണ്ണി കോൺഗ്രസ് നേതൃത്വം കണക്ക് പറയേണ്ടി വരും. അത്ര വലിയൊരു തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ പണം പിരിച്ച് വീട് കൊടുക്കാതെ നടത്തിയിട്ടുള്ളത്. ശ്രീ ജോസ് കെ മാണിയുടെ ഓഫീസിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ഇന്നലെ വരാൻ കഴിയാത്തതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ അഭ്യൂഹം അതോടുകൂടി അവസാനിച്ചല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടത് ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും. എത്തിക്സ് ഉള്ളവർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. സ്വയം അദ്ദേഹം ഒഴിയാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒഴിയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമില്ല. മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംരക്ഷണം കൊടുക്കുന്നു, ന്യായീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പാവം പയ്യനെ വേട്ടയാടി എന്ന മട്ടിലാണ് കോൺഗ്രസിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ന്യായീകരണമൊക്കെ. സൈബർ അധിക്ഷേപം ഓരോ അതിജീവിത രംഗത്ത് വരുമ്പോഴും നടത്തുന്നത് ഇനിയുള്ള ആളുകൾ വരാതിരിക്കാനാണ്. ഇനിയുള്ള ആളുകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ആളുകൾ വരാതിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പോൾ ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ അയോഗ്യത നീക്കം എന്തെങ്കിലും ഇടതുകൊണ്ട് ഭാഗത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു? അല്ലതെ, ഇടത് മുന്നണി അല്ലല്ലോ അത്തരം കാര്യങ്ങൾ. സ്പീക്കറല്ലേ, ബഹുമാനപ്പെട്ട സ്പീക്കർ നിങ്ങളോട് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ നിയമവശം പരിശോധിക്കുന്നു എന്നുള്ളത്. അതൊക്കെ സ്പീക്കറുടെ അധികാരപരിധി വരുന്ന കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.